ഡോക്ടർ മേരി ജോർജ് മാഡം, US-ഇറാൻ യുദ്ധത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അനാവശ്യ ഇറക്കുമതി ഒഴിവാക്കാനും വിദേശയാത്രകൾ മാറ്റിവെക്കാനും സ്വർണം വാങ്ങൽ ഒരു വർഷത്തേക്ക് ഒഴിവാക്കാനുമായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ കഴിഞ്ഞ ദിവസം മോദിയുടെ മാതൃകയിൽ തന്നെ പുത്തൻ ആഹ്വാനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും രംഗത്തെത്തിയിരുന്നു. എഫ് ജനങ്ങൾ 3 F ശ്രദ്ധിക്കണമെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. എന്താണ് ഈ 3 F? 3F അത് എന്ന് ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ദേശിക്കുന്നത്: 1 ഫ്യൂവൽ, 2 ഫെർട്ടിലൈസേഴ്സ്, 3 ഫോറെക്സ് റിസർവ്. ഈ 3 F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മപ്രധാനമായ 3 കാര്യങ്ങളാണ്. ഒന്നാമത് നമുക്ക് ഫ്യൂവൽ എടുക്കുക. എന്തുകൊണ്ടാണ് ഫ്യൂവൽ മർമ്മപ്രധാനമാണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാം. കാരണം ഇന്ത്യക്ക് ആവശ്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ വെസ്റ്റ് ഏഷ്യയിലെ അനിശ്ചിതത്വം ലോകത്തിന് മുഴുവനും കാഴ്ചവെച്ചിരിക്കുന്നത് ഫ്യൂവൽ ക്രൈസിസാണ്. ആ ക്രൈസിസ് മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇന്ത്യയെ ബാധിക്കും. കാരണം നമ്മൾ 80% ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അത് മാത്രവുമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള ഇന്ധനം വരേണ്ടതും മുഖ്യമായും വരേണ്ടതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ബുദ്ധിമുട്ട്, അവിടെയുള്ള കപ്പലുകൾക്ക് പോകുന്നതിലുള്ള അനിശ്ചിതത്വം ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും ഇറാനും അമേരിക്കയും തമ്മിൽ, അതായത് നമുക്കറിയാം അത് വളരെ രൂക്ഷമായത് ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രായേലും ഒത്തുചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. ഒരുപാട് അജണ്ടകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അജണ്ടകൾക്കൊക്കെ നടുവിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ലോകത്തെ ആകമാനം ക്രൈസിസിലേക്ക് നയിച്ചത് ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളാണ്. കപ്പലുകൾ, അതായത് ഇന്ധനം വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായതായിരുന്നു ഏറ്റവും വലിയ ക്രൈസിസിലേക്ക് നയിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലേക്കും സാധാരണ രീതിയിൽ നമ്മൾ 3 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഭയപ്പെടാനില്ല. ആ 3 മാസത്തിന് മുൻപായിട്ട് ഈ അനിശ്ചിതത്വം, അതായത് അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചത് വളരെ വേഗം ഇറാനെ അവരുടെ തീരുമാനത്തിനനുസരിച്ച് മുട്ടുമടക്കിക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇറാൻ അത്ര കണ്ട് മുട്ടുമടക്കാൻ തയ്യാറായില്ല. മാത്രവുമല്ല, അമേരിക്കയും ഇസ്രായേലും ചേർന്നപ്പോൾ റഷ്യയും ചൈനയും വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ മുൻപിൽ ഇറാൻ മുട്ടുകുത്തും എന്ന് വിചാരിച്ചു. പക്ഷെ വളരെ സ്പഷ്ടമായിട്ടല്ലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ചൈനയും റഷ്യയും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടും അല്ലാതെ തന്നെ ഇറാൻ്റെ പക്ഷത്തു നിന്ന് തന്നെ ശക്തമാണ്. ആ ശക്തിയെ തന്നെയാണ് ഇസ്രായേലും US-ഉം തകർക്കാൻ ശ്രമിച്ചത്. അപ്പം ഇറാൻ്റെ ശക്തിയോടൊപ്പം ഒരു താങ്ങ് എന്ന രീതിയിൽ ചൈനയും റഷ്യയും വന്നപ്പോൾ ഇറാൻ കൂടുതൽ ശക്തനാകുന്നു. അങ്ങനെയാണ് യുദ്ധം ഇത്രയും നീണ്ടുപോയത്. ഇപ്പോഴും ആ അനിശ്ചിതത്വത്തിന് വിരാമമിടാൻ പറ്റാതെ വന്നതും. അപ്പോഴേക്കും നമ്മുടെ 3 മാസത്തെ കരുതൽ ശേഖരം എന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും തീരാമെന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ അടിക്കടി നമുക്കറിയാം, ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ ആദ്യം മാറ്റം വന്നത്, വിലക്കയറ്റം ഉണ്ടായത്, വലിയ രൂക്ഷമായ വില വർധനവുണ്ടായത് കുക്കിംഗ് ഗ്യാസിൻ്റെ വിലയിലാണ്, പാചകവാതക സിലിണ്ടറുകളുടെ വിലയിലാണ്. അത് ഗാർഹിക സിലിണ്ടറും അതുപോലെ തന്നെ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിലാണ് വൻതോതിൽ വർധനവുണ്ടായത്. അത് തന്നെ നമ്മുടെ ടൂറിസം മേഖലയെ എന്ന് വേണ്ട മൈഗ്രേറ്റ് ചെയ്യുന്ന ലേബറേഴ്സിൻ്റെ ലൈഫിനെ ഒക്കെ ഒരുപാട് അഡ്വേഴ്സായിട്ട് ബാധിച്ച കാര്യങ്ങളാണ് ഇന്ധനത്തിൻ്റെ പാചകവാതകത്തിൻ്റെ വിലയിലുണ്ടായ വർധനവ് തന്നെ.
അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, എല്ലാവരും വിചാരിച്ചിരുന്നു എന്തായാലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുകയില്ല എന്ന്. പക്ഷേ വളരെ കണ്ണിങ് ആയ രീതിയിൽ ആ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, ആ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും അനൗൺസ് ചെയ്തു. ഉടനെ തന്നെ അടിക്കടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ വില വർദ്ധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നിശ്ചിതമായ വിമർശനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഏൽക്കേണ്ടി വന്നത്. ആ സാഹചര്യത്തിൽ സംഗതി അത്ര അതിരൂക്ഷമാണ് എന്ന് കാണിക്കാനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനും കൂടി വേണ്ടിയാണ് നിർമ്മലാ സീതാരാമൻ തന്നെ ഈ 3 എഫുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ എഫ് തന്നെയാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. ആ ഫ്യൂവലിൻ്റെ ലഭ്യത ഇനിയും ഒരു പക്ഷേ ബുദ്ധിമുട്ടിലായേക്കാം എന്ന് ഉള്ള ഒരു വാണിംഗ് അതാണിപ്പോൾ നിർമ്മലാ സീതാരാമൻ നമുക്ക് തരുന്നത്, ഈ 3Fലെ ആദ്യത്തെ എഫായിട്ട് ഫ്യൂവലിനെ കാണിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഫ്യൂവലിൻ്റെ ക്ഷാമം എങ്ങനെയൊക്കെയാണ് ഇന്ത്യയെ ബാധിച്ചിരിക്കുന്നത് എന്നത് ഈ അടുത്ത ദിവസം അടുപ്പിച്ചടുപ്പിച്ച്, അതായത് ഇലക്ഷൻ കഴിഞ്ഞതോടെ പ്രധാനമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റമാണ് വന്നത്. മറ്റേ വികസിത് ഭാരത് ചേർത്ത് പിടിക്കുന്നു, ബഹൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹപ്രകടനത്തോടുകൂടി പ്രകടനാത്മകമായ ചേർത്ത് പിടിക്കലായിരുന്നു നരേന്ദ്രമോദി ചെയ്തിരുന്നത് സാധാരണ ജനങ്ങളെ. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞതോടുകൂടി ഇനി ആരെയും പൂസാനില്ല, ഒന്നും നോക്കാനില്ല എന്ന മട്ടിൽ ഔട്ട്റൈറ്റായിട്ട് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ അടിക്കടി വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ മാസം തന്നെ 8 രൂപയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വരുത്തിയത്. അതുപോലെ തന്നെ ഡീസലിൻ്റേതിൽ 7 രൂപ 93 പൈസ. ഈ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഇത്രയും മാറ്റം വരുത്തിയത്. അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിലായിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിലുണ്ടായ വർധനവിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം പെട്രോളിൻ്റെ വില കേരളത്തിൽ 115 രൂപ 49 പൈസയിൽ എത്തി നിൽക്കുന്നു. ഡീസലിൻ്റെ വില 104 രൂപ 41 പൈസയിലും എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒറ്റ അടിക്കാണ് ഈ 8 രൂപ 1 പൈസ പെട്രോളിനും 7 രൂപ 93 പൈസ ഡീസലിൻ്റെയും വിലയിൽ വർധനവുണ്ടായത്. അപ്പോൾ ഈ വർധനവ് അപ്പോൾ ഇനിയും ഒരു പക്ഷേ ഇവിടെ തീരുന്നില്ല, ഒരു പക്ഷേ ഇനിയും ഇത് തുടർന്നേക്കാം എന്നതിൻ്റെ ഒരു വാണിംഗ് കൂടിയാകാം നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ തന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ആരും നരേന്ദ്രമോദി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഇത് നമുക്ക് അനുഭവിച്ചേ തീരൂ, അല്ലെങ്കിൽ ഇത് ആഗോളതലത്തിൽ വന്ന ക്രൈസിസിൻ്റെ ഒരു ഭാഗം മാത്രം, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അനുഭവിച്ചേ തീരൂ എന്ന മട്ടിലാണ് നിർമ്മലാ സീതാരാമൻ ഇങ്ങനെ ഒരു അവതരണം നടത്തുന്നത്. ഫ്യൂവൽ 3Fൽ ആദ്യമായിട്ട് തന്നെ ഫ്യൂവൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഫ്യൂവൽ ഇനി പറയാൻ പോകുന്ന 2 എഫും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിൽ ആദ്യം തന്നെ ഫ്യൂവൽ പറഞ്ഞത് എന്താണ്? ഈ ഫ്യൂവലിൻ്റെ മാസ്മരികത അത് അതീവ ഭീകരമാണ്. കാരണം ഫ്യൂവൽ പ്രൈസസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സമസ്ത ജനങ്ങളുടെയും എന്ന് പറയുമ്പോൾ ലോകത്തെ 1ാമത്തെ ജനസംഖ്യയായ ഇന്ത്യ, 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഇന്ത്യ, അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഈ 146 കോടി 39 ലക്ഷം, അത് ഒരു വർഷം മുൻപുള്ള കണക്കാണേ, ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് ആണ് ഇതിൻ്റെ വലിയ മാസ്മരികത. ആദ്യത്തെ എഫിൻ്റെ മാസ്മരികത എന്ന് പറയുന്നത്. എങ്ങനെയാണത് ബാധിക്കുക എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണല്ലോ എല്ലാവരുടെയും കൈകളിലെത്തുക. കേരളത്തിലാണെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തു വരുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രമായിട്ടോ എന്തുമായിട്ടും എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ പറയപ്പെട്ട സമസ്ത സാധനങ്ങളുടെയും വിലയിൽ മാറ്റമുണ്ടാകും. ഇവയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജസിൽ ഉണ്ടാകുന്ന മാറ്റം, അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യം ഈ പാചകവാതകത്തിൻ്റെ വില വർധന ഉണ്ടായപ്പോൾ തന്നെ ഒരുപാട് സാധാരണ ഹോട്ടലുകൾ അടച്ചുപോയത്, ചായ കിട്ടാനില്ലാതെ വന്നത്, രോഗികൾക്ക് പോലും
ഒന്ന് ചായ കുടിക്കണമെന്ന് വിചാരിച്ചാൽ കിട്ടാനില്ലാത്ത ഒരവസ്ഥ കേരളത്തിലെ പല ഹോസ്പിറ്റൽസിൻ്റെയും സമീപത്ത്. അതുപോലെ തന്നെ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു വഴിയോരത്ത് ഒരു കപ്പ് ചായ കുടിക്കണം എന്ന് വിചാരിച്ചാൽ ചായയില്ല. പാചകവാതകത്തിൻ്റെ വില കൂടിയപ്പോൾ ഏറ്റവും അധികം പ്രഹരമേറ്റത് ചായക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ സമസ്ത ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ മാറ്റമുണ്ടായി. അത് സാധാരണക്കാരിലേക്ക്, അതായത് വലിയ മില്യനേഴ്സിന്, ഇപ്പോൾ അംബാനിക്കോ അദാനിക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല. കാരണം ഈ വിലക്കയറ്റമൊന്നും അവരുടെ ജീവിതത്തെ അവരുടെയും തീർച്ചയായിട്ടും അവരുടെ ലാഭവിഹിതത്തെ ബാധിച്ചേക്കാം. പക്ഷേ അവരുടെ അനുദിന ജീവിതത്തെ, അവരുടെ ഉപഭോഗത്തെ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ സർവ്വസാധാരണക്കാരായ മനുഷ്യർ അവരുടെ ശമ്പളത്തിൽ പെട്ടെന്ന് വർധനമുണ്ടാകുന്നില്ല, കൂലിയിലോ അതായത് വേതനത്തിൽ വർധനമുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഓരോ ഉൽപ്പന്നത്തിനും അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് വാങ്ങുന്നു അതിനൊക്കെ ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നു. വേതനം മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ജീവിതം ദുസ്സഹമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഇന്ത്യക്കാരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു, ഇനിയും ദുസ്സഹമാകാം എന്ന ഒരു ധ്വനിയാണ് നിർമ്മല സീതാരാമൻ്റെ ഈ ആദ്യത്തെ ഫ്യൂവൽ എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ല ഡിപ്ലോമസി എല്ലാ രാജ്യങ്ങളും കാണിച്ചിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ നല്ല ഡിപ്ലോമസിയോടുകൂടി തന്നെ ഒരു യുദ്ധത്തിൻ്റെ ചിന്ത ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവർ യുദ്ധം ചെയ്യാൻ വരില്ലായിരുന്നു. അതുപോലെ ഇറാൻ്റെ ഡിപ്ലോമസിയും തെറ്റാണ്. ഇറാന് ആണവോർജ്ജ നിർമ്മാണത്തിലേക്കും ഒക്കെ പോകുന്നു എന്ന ഭയമാണ് ഇവരെ കൊണ്ടൊക്കെ ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും അതായിരുന്നു അവരുടെയൊക്കെ ഇഷ്യൂ. അപ്പോൾ ആഗോള തലത്തിൽ ഡിപ്ലോമസി, അതായത് യുണൈറ്റഡ് നേഷൻസൊക്കെ അശക്തമായി പോകുന്നു. ഈ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും യുണൈറ്റഡ് നേഷൻസും ഒക്കെ അവരുടെ സ്ഥാപിത ശക്തി നഷ്ടപ്പെട്ട് വെറും കോലങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് എന്ന് വേണം നമുക്ക് ഇതുപോലെ വെസ്റ്റ് ഏഷ്യയിൽ, അതുപോലെ യുക്രൈൻ റഷ്യ വാർ, ഇതൊക്കെ ലോകത്തുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഇപ്പം ആരാണ് ട്രംപിനെ ഒന്ന് പതുക്കെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത്? അത് അമേരിക്കക്കാർ തന്നെയാണ്. ആ അമേരിക്കക്കാർ എന്തുകൊണ്ട് നിങ്ങൾ ഈ യുദ്ധത്തിന് പോയി എന്ന തരത്തിലുള്ള വിമർശനം അമേരിക്കക്കാരിൽ തന്നെ വന്നപ്പോഴാണ് ട്രംപ് പതുക്കെ സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കുന്നത്. അപ്പോഴും ഇസ്രായേൽ അവരെ സമ്മതിക്കുന്നില്ല. കാരണം ഇസ്രായേലിൻ്റെ താല്പര്യമാണ് ഇറാനെ വരുതിയിലാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇനിയും യുദ്ധം തുടർന്നു പോയേക്കാം. അല്ലെങ്കിൽ ഈ അനിശ്ചിതത്വം, യുദ്ധം തുടർന്നില്ലെങ്കിൽ തന്നെയും അനിശ്ചിതത്വം മാറിക്കിട്ടണം. അതുപോലെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഈ കപ്പലുകളുടെ ഇന്ധനവും വഹിച്ചുള്ള കപ്പലുകളുടെ പ്രയാണം ഈസിയാകണം, യാതൊരു തടസ്സവുമില്ലാതെയാകണം. അങ്ങനെ ആകുന്നതിന് ഇനിയും സമയമെടുത്തേക്കാം. ആ കാലഘട്ടം കൊണ്ട് ഇനിയും സമയമെടുത്തേക്കാം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം കൊണ്ട് പെട്രോളിൻ്റെയും ഇന്ധനത്തിൻ്റെയും ഒക്കെ വിലയിൽ ഇനിയും മാറ്റം വന്നേക്കാം. പക്ഷേ നിർമ്മല സീതാരാമൻ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലെയൊക്കെ ന്യൂസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഓയിൽ കമ്പനീസ് ഒക്കെ തന്നെ, അതായത് ഓയിൽ കമ്പനീസിൻ്റെ റിലയൻസ് മാറിയാൽ ബാക്കിയുള്ള ഓയിൽ കമ്പനീസൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കമ്പനീസാണ്. 100% ഷെയറുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കരങ്ങളിലായിരുന്നു. പക്ഷേ 90കളുടെ മധ്യഭാഗത്തോടുകൂടി ഷെയർസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പ്രക്രിയ തുടങ്ങിയതിന് ശേഷം ആ ദശകത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, അതായത് പബ്ലിക് സെക്ടർ പ്രൈവറ്റൈസ് ചെയ്യുക, ഭാഗികമായിട്ടെങ്കിലും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഷെയറുകൾ ഓഹരി വിപണിയിലൂടെ വിൽക്കുന്ന ആ രീതി തുടങ്ങിയത്. അങ്ങനെ ഷെയർ വിൽപ്പന തുടങ്ങിയെങ്കിൽ തന്നെയും അത് അത്ര പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും 51%, ഒരു പക്ഷേ പലതിൻ്റെയും 67% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഓഹരികൾ. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തൊട്ടുള്ള കോർപ്പറേഷനുകളുടെ, പെട്രോളിയം കമ്പനികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാ മേജർ കമ്പനികളുടെയും മേജർ ഷെയർ ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ തുടങ്ങി, അതായത് കമ്പനി ഷെയറുകൾ വിൽക്കാൻ തുടങ്ങി. 51%-ലധികം ഷെയറുകൾ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൈകളിലാണ്. എങ്കിലും ഷെയർ വിൽക്കാൻ തുടങ്ങി എന്നത് ശരിയാണെങ്കിൽ പോലും നമ്മൾക്കൊരു ഓയിൽ പൂൾ അക്കൗണ്ട്,
അവിടേക്കാണ് നമുക്ക് വരേണ്ടത്. ഓയിൽ പൂൾ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു 1973 മുതൽ. ആ അക്കൗണ്ട് വഴിയായിട്ടായിരുന്നു, അതായത് ഓയിൽ പൂൾ അക്കൗണ്ട് മാത്രവുമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ 1973 മുതൽ അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് പോളിസി വഴിയായിട്ടായിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഈ അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് പോളിസി? ബജറ്റ് വഴിയായിട്ട് ഒരു ഈ ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ആ അക്കൗണ്ടിലേക്ക് ബജറ്റ് വഴി പണം കൊടുക്കുന്നു. എന്നിട്ട് പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ ഉയരുമ്പോൾ ഈ ഓയിൽ പൂൾ അക്കൗണ്ടിൽ നിന്ന് ആ ഉയർച്ചയുടെ വിഹിതം കൊടുത്തുകൊണ്ട് ഇന്ത്യക്കകത്ത് പെട്രോളും ഡീസലും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ മാത്രം വിൽക്കുക. അതായിരുന്നു ഈ ഓയിൽ പൂൾ അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ തന്നെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് ബജറ്റ് വഴി ധാരാളം പണം കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് 2000 ഒക്കെ ആകുമ്പോഴേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിപണിയിലെ, ക്രൂഡിൻ്റെ അന്താരാഷ്ട്ര വിപണിയിലെ വില വലിയ തോതിൽ ഉയരുന്നു. അപ്പോൾ ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ പണം നിക്ഷേപിക്കാൻ, ബജറ്റ് വഴി നിക്ഷേപിക്കുക ബുദ്ധിമുട്ടായി തീർന്നപ്പോഴാണ് ഈ ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കി വിപണിക്ക് വിടുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം വിപണിക്ക് വിടുക എന്ന തീരുമാനം എടുക്കുന്നത്. അങ്ങനെ വിപണിക്ക് വിടുന്ന തീരുമാനം വാജ്പേയി ഗവൺമെൻറ്റാണ് 2002 എടുക്കുന്നത്. അതിനുശേഷം അത് അങ്ങനെ എടുത്തെങ്കിൽ തന്നെയും ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് പണം സംഭരിക്കാൻ വേണ്ടി ഓയിൽ ബോണ്ടുകൾ വിറ്റിരുന്നു. ആ ഓയിൽ ബോണ്ടുകളുടെ കടം അത്രയും തീർന്നതിന് ശേഷം മാത്രം ഇതിനെ വിപണിക്ക് വിടുക, വില നിയന്ത്രണം വിപണിക്ക് വിടുക. ആ തീരുമാനം കൊണ്ട് 2004-05 പീരീഡിൽ ഭരണത്തിൽ വന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, UPA ഗവൺമെൻറ് ഈ പോളിസി അംഗീകരിച്ചു. പക്ഷേ അവസാനം ആദ്യമായിട്ട് പെട്രോളാണ് വിപണിക്ക് വിടുന്നത്. അത് 2010 അതിനുശേഷം 2014 വാജ്പേയി BJP ഗവൺമെൻറ് വന്നപ്പോഴാണ് ഡീസൽ വിപണിക്ക് വിടുന്നത്. അപ്പോൾ ഇങ്ങനെ വിപണിക്ക് വിട്ടു എന്ന് വെച്ചാൽ പോലും, വിപണിക്ക് വിട്ടു എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന്, അതായത് പെട്രോളിയം മന്ത്രാലയത്തിന് ഇതിൻ്റെ വില നിയന്ത്രണത്തിൽ യാതൊരു സ്വാധീനവുമില്ല എന്ന് വരുന്നില്ല. സ്വാധീനമുണ്ട്. എന്തുകൊണ്ട് സ്വാധീനമുണ്ട്? ഇപ്പോഴും 51%-ലധികം സ്റ്റേക്ക്, അതായത് ഷെയറുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കരങ്ങളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോഴും ഇതിൻ്റെ വിലയെ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചാപ്റ്റർ 8, അതായത് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിൻ്റെ ചാപ്റ്റർ 8. ആ ചാപ്റ്റർ 8 അനുച്ഛേദം 42 അത് കൃത്യമായി ആ അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെ സ്വാധീനിക്കാം, നിയന്ത്രിക്കാം, കുറയ്ക്കുകയോ കൂട്ടുകയോ സ്വാധീനിക്കാൻ കഴിയുമെന്ന്. അപ്പം ഓയിൽ പൂൾ അക്കൗണ്ട് ഒക്കെ മാറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് മെക്കാനിസവും മാറി, ഇത് വിപണിക്ക് വിട്ടതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചോദിക്കുന്നത്. ഇപ്പോഴും ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറയപ്പെട്ട ചാപ്റ്റർ 8 അനുബന്ധം 42 പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ, അതായത് 51%-ലധികം ഷെയറുകൾ കേന്ദ്ര ഗവൺമെൻറ് കരങ്ങളിലാണ്. അതുപോലെ ഈ കഴിഞ്ഞ വർഷവും, അതുപോലെ 2025-26 പ്രോഫിറ്റ് അക്കൗണ്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പെട്രോളിയം കമ്പനികളുടെ എല്ലാം നല്ല ലാഭവിഹിതം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ 2025-26 വർഷം അവസാനിക്കുന്നത്. ഈ അടുത്ത നാളിൽ മാത്രം, യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ കമ്പനികൾക്ക് അല്പം നഷ്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഓർമ്മിക്കണം, കമ്പനികളുടെ എല്ലാം പ്രധാനപ്പെട്ട
വിധാതാവ് അഥവാ ഓണർ എന്ന് പറയുന്നത് ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും ആർക്കായി നഷ്ടം ഉണ്ടാകുന്നത്? ഈ വർഷം മുഴുവനും വലിയ ലാഭത്തിലോടിയ കമ്പനികൾ ഈ കഴിഞ്ഞ 2-3 മാസം കൊണ്ട് കുറച്ച് നഷ്ടത്തിലേക്ക് ഓടി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്ന ഡിവിഡൻറ്റ് കുറച്ച് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കുറയുമെന്ന്, ഡിവിഡൻറ്റ് കിട്ടാതെ വരുന്നില്ല. കാരണം വലിയ ലാഭം കിട്ടിയത് ഡിവിഡൻ്റായിട്ട് കൂടുതൽ ഷെയറുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്കാണ് കൂടുതൽ ചെല്ലുന്നത്. ബാക്കി ഷെയർ ഹോൾഡേഴ്സിന് വളരെ അവരും കൂടി ഷെയർ ചെയ്യണം നഷ്ടം വന്നാൽ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ പറയപ്പെട്ട ചാപ്റ്റർ 8 അനുബന്ധം 42 ഉപയോഗിച്ച് ഈ വില വർധനവ് അവോയ്ഡ് ചെയ്യാം. പക്ഷേ അത് ചെയ്യാതെ മുൻപോട്ട് പോകുന്നത് എന്തിനാണ്? ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഡിവിഡൻറ്റ് കിട്ടണം. അപ്പോൾ ഈ വില കയറ്റം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവരുടെ നഷ്ടമാണല്ലോ നികത്തുന്നത്. നഷ്ടം നികത്തുക എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അവരാഗ്രഹിക്കുന്ന തരത്തിൽ, ബാക്കി ഷെയർ ഹോൾഡേഴ്സ് ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കാം ഡിവിഡൻറ്റ് കൊടുക്കണം എന്ന് നിർബന്ധം ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും മേജർ സ്റ്റേക്ക് കയ്യിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കൂടുതൽ ഡിവിഡൻറ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്യൂവൽ എന്ന് പറഞ്ഞ കാട്ടി സാധാരണ ജനങ്ങളെ വിരട്ടുന്നു, അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും ചരിത്രം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മലാ സീതാരാമന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് തീരുമാനിക്കാം ഈ പറയപ്പെട്ട ചാപ്റ്റർ 8 പിന്നെ 42 അനുച്ഛേദം അനുസരിച്ച് തീരുമാനിക്കാം ഈ തൽക്കാലം വിലവർദ്ധനവ് വേണ്ട. ഇതിൻ്റെ ഭാരം വിലക്കയറ്റമായി മറ്റു പല തരത്തിലും, വിലക്കയറ്റം മാത്രം യാത്രാ വിലകളുടെ യാത്രാ നിരക്കുകളുടെ വർധനവ്, എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിലേക്കാണ് ഇത് നയിക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ഇത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ആദ്യത്തെ എഫിനെ വേണ്ടെന്ന് വെക്കാമായിരുന്നു, സൈഡ് ലൈൻ ചെയ്യാമായിരുന്നു, മാറ്റി നിർത്താമായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ, ജനങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന താല്പര്യമുണ്ടെങ്കിൽ ഈ വിലക്കയറ്റം വേണ്ടെന്ന് വെക്കാമായിരുന്നു. ഈ വിലക്കയറ്റമല്ല, അതായത് പെട്രോൾ ഡീസൽ വിലക്കയറ്റം വേണ്ടെന്ന് വെക്കാമായിരുന്നു. അങ്ങനെ ഈ ആദ്യത്തെ എഫ് എന്ന എന്താ പറയുക, ഡെമോസ്തനീസ് സോഡ്, ആദ്യം പറഞ്ഞിരിക്കുന്ന ഫ്യൂവൽ പ്രൈസ് ഹൈക്ക്, അത് ഒരു ഡെമോസ്തനീസ് സോഡ് പോലെ ഇന്ത്യൻ ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇനിയും അത് വർദ്ധിച്ചേക്കാം ഭയാനകമായ രീതിയിൽ. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു സോഡില്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമായിരുന്നു.